1980 ഡിസംബർ 26 ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. ബ്രിട്ടനിൽ US എയർഫോഴ്സിന്റെ ഒരു ബേസ് ക്യാമ്പിൽ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി ഉണ്ടെന്നുള്ള റൂമേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. ഇത് വളരെ ടോപ്പ് സീക്രട്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കാൻ വേണ്ടി വരും. അതും 1980-കളിൽ കോൾഡ് വാറിന്റെ സമയം ആയതുകൊണ്ടും എനിമീസ് എന്തായാലും ഇതിനെ തിരക്കി വരും. അങ്ങനെ ഡിസംബർ 26 ജോൺ ബെറോ എന്ന് പറയുന്ന US എയർഫോഴ്സിന്റെ ഒരു സർജന്റ് അദ്ദേഹത്തിന്റെ കൊളീഗും ഈ പറയുന്ന ബേസ് ക്യാമ്പ് ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടി ചുറ്റി ഇങ്ങനെ ഒരു റൗണ്ട്സിന് വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബൂട്ട് ക്യാമ്പ് സ്ഥിതി ചെയ്തിരിക്കുന്നത് ഒരു കാട് പിടിച്ചൊരു ഏരിയയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എന്തോ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആകാശത്ത് ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ അവർ രണ്ടുപേരും കണ്ടു. ഇവർ കണ്ട ഒരു ലൈറ്റ് എയർഫോഴ്സിന്റെ ആ ഒരു ബേസിന്റെ റൺവേയുടെ ആ ഒരു എൻഡിൽ വെച്ചിട്ടായിരുന്നു ശരിക്കും കണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും ഒരു ഫ്ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമാണെന്നൊക്കെ ഇവർക്ക് ആദ്യം കൺഫ്യൂഷൻ തോന്നി. അപ്പൊ ഇതെന്താന്ന് അറിയാൻ വേണ്ടി ഇവരിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ അടുത്തേക്ക് പോയപ്പോഴാണ് ഇവർക്ക് ഒരു കാര്യം മനസ്സിലായത്. അതായത് ഇവർ ഈ കണ്ട ലൈറ്റ് റൺവേയുടെ 7 അയലക്കത്ത് നിന്നല്ല കണ്ടുവരുന്നത്, കുറച്ച് ദൂരം മാറിയിട്ടാണ് കണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കോൾഡ് വാറിന്റെ സമയത്തുകൊണ്ട് തന്നെ സോൾവിയറ്റിന്റെ എന്തെങ്കിലും ഒരു എനിമി എയർക്രാഫ്റ്റ് ആയിരിക്കുമോ എന്നൊക്കെയായിരുന്നു അവർ ആദ്യം വിചാരിച്ചത്. അപ്പൊ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ അവിടുത്തെ സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിച്ചായിരുന്നു. ഈ കോള് കിട്ടിയ ഉടനെ തന്നെ രണ്ടുപേരെ ഈ സ്റ്റേഷനിൽ നിന്ന് ഇവരുടെ അടുത്തേക്ക് വിട്ടു. ഇവർ രണ്ടുപേരുടെ ഫസ്റ്റ് നെയിം ജിമ്മെന്നും എഡ്വാർഡെന്നും ആയിരുന്നു. ജിമ്മു എഡ്വാർഡ് സ്റ്റേഷനിൽ നിന്ന് ഇവരുടെ അടുത്തേക്ക് ഒരു ജീപ്പിലാണ് വന്നത്. അപ്പോൾ ഇവരെയും കൂടി കൂട്ടിയിട്ട് 4 പേരും കൂടി ഈ ലൈറ്റിന്റെ സ്രോതസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. ഇവരിത് അന്വേഷിക്കാൻ പോയപ്പോഴാണ് എയർഫോഴ്സ് സ്പേസിന്റെ റേഡാറിൽ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഇങ്ങനെ തെളിഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഒബ്ജക്റ്റിന്റെ ക്യാരക്ടർ എന്താ വെച്ചാൽ പെട്ടെന്ന് റേഡാറിൽ ഇങ്ങനെ അപ്പിയർ ചെയ്യും, പെട്ടെന്ന് ഡിസപ്പിയർ ആവും, പിന്നെ അപ്പിയർ ചെയ്യും, പിന്നെ ഡിസപ്പിയർ ആവും. അങ്ങനെ വളരെയധികം അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അവരന്ന് വിറ്റ്നസ് ചെയ്തത്. ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഇത് കോൾഡ് വാറിന്റെ ഒരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം പാനിക്ഡ് ആവുകയും ഈ 4 പേരുടെ അടുത്തൊരു സ്ട്രിക്റ്റ് കമാൻഡ് കൊടുക്കുന്ന പോലെ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ഈ ലൈറ്റിനെ ഫോളോ ചെയ്ത് കുറച്ചു നേരം മുന്നോട്ട് പോയപ്പോൾ റോഡ് അവസാനിക്കുകയും അതിനുശേഷം ഈ ഒരു ബൈ ഫുട്ട് നടന്നിട്ടാണ് ഈ ഒരു സംഭവത്തിനെ അപ്രോച്ച് ചെയ്തത്. ഇവര് 4 പേര് 2 ഗ്രൂപ്പായിട്ടാണ് നടന്നത്. ഇവരുടെ കൈവശം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഡിവൈസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന ഡിവൈസസ് എന്ത് ഗ്ലിച്ച് ചെയ്ത് മാൽഫങ്ഷൻ ചെയ്യുന്ന പോലെയൊക്കെ ഇവർ ശ്രദ്ധിച്ചു. അതോടൊപ്പം തന്നെ അവർ ഇതേവരെ കേൾക്കാത്ത തരത്തിലുള്ള വളരെ വിയേർഡ് ആയിട്ടുള്ള ആനിമൽ നോയ്സസ് ഒക്കെ അവർ കേൾക്കാൻ തുടങ്ങി. ഇതൊരു വലിയ കാടാന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആലോചിക്കാം. ഈ 4 പേര് 2 ഗ്രൂപ്പായിട്ട് 2 ഡയറക്ഷനിലായിരുന്നു ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ ഒരു ലൈറ്റിനെ ആദ്യമായിട്ട് കണ്ട് ഇൻഫർമേഷൻ കൊടുത്ത ജിമ്മും ജോണും ഇവര് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടു. ഇതിനു മുമ്പ് അവർ കണ്ടത് ആകാശം നിൽക്കുന്നതായിട്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ലാൻഡ് ചെയ്തിട്ട് മരങ്ങളുടെ ഇടയിൽ താഴ്ത്ത് നിൽക്കുന്നതായിട്ടാണ് ഇവർ കണ്ടത്. ഈ ഒരു ഒബ്ജക്റ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു ബ്രൈറ്റ്നസ് ആണെങ്കിൽ അവർക്ക് കണ്ണു പോലും തുറക്കാൻ പറ്റില്ല. ഏകദേശം നമ്മുടെ സൂര്യന്റെ അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള വളരെയധികം നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് മൂപ്പരന്ന് കണ്ടത്. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ഇവന്റ് ആയതുകൊണ്ടും ഇതെന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ലൈറ്റ് പയ്യെ മങ്ങി വരാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർ രണ്ടുപേരും ഈ ഒരു ഒബ്ജക്റ്റ് മര്യാദ പ്രോപ്പർ ആയിട്ട് കാണുന്നത്. എന്തോ ട്രയാങ്കുലർ ഷേപ്പുള്ള ഒരു ക്രാഫ്റ്റിനാണ് അവർ രണ്ടുപേരും വിറ്റ്നസ് ചെയ്തത്. ഇവർ എൻകൗണ്ടർ ചെയ്തത് വളരെ അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു UAP ആണെന്നുള്ള കാര്യം ഇവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഇവർ മിലിറ്ററി പേഴ്സണൽസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അത്യാവശ്യം ധൈര്യം ഉണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടായിരിക്കും ജിമ്മ് വളരെ ധൈര്യപൂർവ്വം ഈ ഒരു ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തത്. അങ്ങനെ മൂപ്പര് നടന്ന ഈ ഒരു ക്രാഫ്റ്റിന്റെ 4 അടി ദൂരത്തിൽ വന്നു നിന്നു. ഇദ്ദേഹം US എയർഫോഴ്സിൽ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പൈലറ്റും കൂടിയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം ആ ഒരു ക്രാഫ്റ്റിന്റെ സർഫസ് ഡീറ്റെയിൽസ് മാക്സിമം ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കി. വളരെയധികം അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരുപാട് ഹൈറോഗ്ലിഫ്സ് ആണ് ഈ ഒരു ക്രാഫ്റ്റിന്റെ സർഫസിൽ മൊത്തം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതായിട്ടാണ് ഇദ്ദേഹം കണ്ടത്. അതും ഈ ഒരു ക്രാഫ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഇദ്ദേഹം ആ ഒരു ക്രാഫ്റ്റിനെ പോയി തൊടാനും ശ്രമിച്ചു. ഇവർ ട്രെയിൻഡ് പേഴ്സൺസ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ അവിടെ കാണുന്ന കാര്യങ്ങളെല്ലാം ഒരു എവിഡൻസ് പോലെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇദ്ദേഹം ആ ഒരു ക്രാഫ്റ്റിൽ ഉണ്ടായിരുന്ന ഹൈറോഗ്ലിഫ്സും കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ നോട്ട് പാഡിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചെടുത്തു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം കണ്ട ഒരു ക്രാഫ്റ്റിന്റെ ഷേപ്പും അതിന്റെ ഒരു ഡൈനാമിക്സും കാര്യങ്ങളെല്ലാം ഇദ്ദേഹം മാക്സിമം എവിഡൻസ് പോലെ ഇങ്ങനെ കളക്ട് ചെയ്യാൻ നോക്കി. ജിം ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഒബ്ജക്റ്റിന്റെ ബ്രൈറ്റ്നെസ് അത്യാവശ്യം ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കണ്ടത്. അങ്ങനെ നേരത്തെ പോലെ ഇങ്ങനെ കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്ര ബ്രൈറ്റ് ആയി തുടങ്ങിയപ്പോൾ ജിം അവിടുന്ന് ബാക്ക് ഓഫ് ചെയ്തു. ഈ ഒരു ക്രാഫ്റ്റ് അവിടുന്ന് പറന്നു പോവുകയും ചെയ്തു. ഇദ്ദേഹം ഒരു എയർഫോഴ്സ് പൈലറ്റ് ആയതുകൊണ്ടും എങ്ങനെ ഈ ഒരു ഒബ്ജക്റ്റിന് യാതൊരു രീതിയിലുള്ള സൗണ്ട് ഇല്ലാണ്ട് പറക്കാൻ കഴിഞ്ഞു എന്നാണ് ഇദ്ദേഹത്തിന് ഇപ്പോഴും ഈ ഒരു ഡേറ്റ് വരെ അദ്ദേഹത്തിന് പറയാൻ പറ്റാത്തത്. വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു എൻകൗണ്ടറിന് ശേഷം ഇവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇവിടെ കൈവശം ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ചെയ്ത് ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വരുന്നത്. അതായത് ജിമ്മിനെയും ജോണിനെയും കാണാനില്ല, എത്രയും വേഗം ഇവരെ കണ്ടുപിടിക്കണം എന്നൊക്കെയായിരുന്നു ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിൽ നിന്ന് അവർക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റിയത്. ഇത് കേട്ടപ്പോൾ ഇവർക്ക് വളരെ കൺഫ്യൂഷനായി. കാരണം എന്താണെന്നറിയോ,
ഇവരൊക്കെ ഉണ്ടായ ഒരു UAP എൻകൗണ്ടർ കേവലം 5-10 മിനിറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു റേഡിയോ മെസ്സേജസ് ജിമ്മിനെയും ജോണിനെ കാണാണ്ടായിട്ട് 45ഓളം മിനിറ്റ് ആയി എന്നുള്ള രീതിയിലാണ് മെസ്സേജസിലൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. അത്രയും നേരം ഇവർക്ക് കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതും കൂടി കേട്ടപ്പോൾ ആ കൺഫ്യൂഷൻ പയ്യെ പേടിയായിട്ട് മാറി. ഇങ്ങനെ ഒരു മെസ്സേജ് കേട്ടപ്പോൾ ഉടനെ തന്നെ അവരിങ്ങനെ റിപ്ലൈ ചെയ്ത് ഞങ്ങൾ എവിടെയും പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എൻകൗണ്ടർ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുകയും ആ ഒരു സെർച്ച് മിഷൻ അവിടെ സെൻഡ് ചെയ്തു. അവന്റെ പിറ്റേ ദിവസം കേണൽ ചാൾസ് ഐഹാർട്ട് പിറ്റേ ദിവസം തന്നെ ഈ ഒരു സംഭവ സ്ഥലത്ത് എത്തി. മൂപ്പര് ഈ പറയുന്ന എൻകൗണ്ടേഴ്സും കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ ഇവർ ചെവി കൊള്ളുന്നില്ല. എന്തോ ഒരു നുണ പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് മൂപ്പര് അപ്പം ഇരുന്നത്. അങ്ങനെ ഇത് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവരൊരു മീറ്റിംഗ് ഒക്കെ കൂടിയിരിക്കുന്ന ഒരു സമയത്താണ് അവിടുത്തെ ഒരാൾ വന്ന് പറയുന്നത് ഇവർ ഇന്നലെ കണ്ട ഒരു ഒബ്ജക്റ്റ് വീണ്ടും റീഅപ്പിയർ ചെയ്തു. ഇതും കൂടി കേട്ടപ്പോൾ കേണലിക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നി തുടങ്ങി. അങ്ങനെ അവിടെയുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇത് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പുറകെ അങ്ങോട്ട് വിട്ടു. 1-2 പേരൊന്നല്ല കേട്ടോ, ഒരു സന്നാഹമായിട്ടാണ് ഈ ഒരു ഒബ്ജക്റ്റ് അടുത്തേക്ക് പോകാൻ പോയത്. ഇദ്ദേഹത്തിന്റെ കൈവശം ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. അതിന്റെ യൂസ് എന്താ വെച്ചാൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ലൈവ് എവിഡൻസ് പോലെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പിംഗ് കൂടി ഞാനിപ്പോ കേൾപ്പിച്ചു തരാം. ഈ ഒരു ഒബ്ജക്റ്റിനെ പുറകെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ പോവുകയും ഇന്നലെ ലാൻഡ് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് കേണൽ പോവുകയും ചെയ്തു. അപ്പോഴാണ് കേണൽക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത്. അതായത് ഇവർ ഈ ഒരു ഒബ്ജക്റ്റ് ലാൻഡ് ചെയ്ത ഒരു സ്ഥലത്ത് വളരെയധികം അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു മാർക്കിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ചുറ്റുപാടുള്ള മരങ്ങളുടെ ഇലയിലൊക്കെ വളരെ ഡിസ്കളറേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അവരവിടുത്തെ റേഡിയേഷനും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ മൊത്തത്തിൽ റേഡിയേഷൻ ആയിരുന്നു, ചുറ്റിനും റേഡിയേഷൻ ആയിരുന്നു. അതോടൊപ്പം അവരുടെ കൈവശം ഉണ്ടായിരുന്ന തെർമൽ ഡേറ്റ എടുത്ത് നോക്കിയപ്പോൾ ആ ഒരു ഏരിയ മാത്രം വളരെ അൺയൂഷ്വൽ ആയിട്ട് ചൂടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇവർ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു റെഡ് കളർ ലൈറ്റ് ആകാശത്തിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് ഈ കേണൽ ഉൾപ്പെടെ കണ്ടത്. ആദ്യം ഈ ലൈറ്റ് ഒരു അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ലൈറ്റ് പയ്യെ ഇങ്ങനെ നീങ്ങി തുടങ്ങി. അപ്പൊ ഈ ലൈറ്റ് നീങ്ങി തുടങ്ങിയപ്പോൾ ഇവരെല്ലാവരും കൂടി ആ ലൈറ്റിന്റെ പുറകെ അങ്ങോട്ട് പോയി. ഈ ഒരു ഒബ്ജക്റ്റിന് ഈ ഒരു ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഈ ഒരു ഒബ്ജക്റ്റിന് മനസ്സിലായതുകൊണ്ടാണെന്ന് അറിയില്ല. പെട്ടെന്ന് ഈ ഒരു ഒബ്ജക്റ്റ് നിന്നിട്ട് ആ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഒരു തരത്തിലുള്ള ലേസർ പോലത്തെ ഒരു സംഭവം ഈ ഒരു ഗ്രൂപ്പിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നതായിട്ടാണ് ഇവർ പറയുന്നത്. Here he comes from the south. He's coming toward us now. Now we're observing what appears to be a beam coming down to the ground. This is unreal. ഇവരുടെ ടെസ്റ്റിമോണി അനുസരിച്ച് ഈ ലേസർ ഒരു തരത്തിൽ ഇവർ സ്കാൻ ചെയ്യുന്ന പോലെയാണ് അവർക്ക് തോന്നിയത്. അതായത് മോഡേൺ സൈഫൈ ഫിലിംസിലൊക്കെ കാണുന്ന അതേ സീൻ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതേ ദിവസം തന്നെ ഒരുപാട് പോലീസുകാർ ഇങ്ങനെയുള്ള റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നുണ്ട്. അതായത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ലൈറ്റ് ആകാശത്ത് ഇങ്ങനെ അപ്പിയർ ചെയ്യുന്നത് കാണുന്നുള്ളത്, അങ്ങനെ പല പല സംഭവങ്ങളും കണ്ടതായിട്ട് ഇവർ പറയുന്നുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ജോണിന് വളരെ സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്ത് തുടങ്ങി. അതായത് ഡിസിനസ് ആയിക്കോട്ടെ, ഹാർട്ട്, ത്രോട്ട്, സ്കിൻ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് പുള്ളിക്ക് ഫേസ് ചെയ്ത് തുടങ്ങി. അപ്പൊ മൂപ്പര് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. മൊത്തത്തിൽ എക്സാമിൻ ചെയ്തതിന് ശേഷം ഡോക്ടർ എന്നാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ജോണിന് വളരെ സിവിയർ ആയിട്ടുള്ള റേഡിയേഷൻ പോയിസണിങ് പിടിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ എടുത്തൊരു കുഴപ്പം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഒരിക്കലും ജോണിന് സംഭവിക്കരുത്. കാരണം ജോൺ അങ്ങനെയുള്ള റേഡിയേഷൻ ഉള്ള സ്ഥലത്തല്ല ജോലി ചെയ്യേണ്ടത്. ഇത് റേഡിയേഷൻ പോയിസണിങ് കൊണ്ടാണെന്നുള്ള ഒരു ഇനീഷ്യൽ എക്സാമിനേഷൻ ജോണിന് കിട്ടിയപ്പോൾ ജോണിന്റെ മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു ഇൻസിഡന്റ് ആണ്. ഇതൊന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ജോണിന്റെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു. അപ്പൊ കൺഫേം ആയി ഇത് ശരിക്കും റേഡിയേഷൻ പോയിസണിങ് ആണ്. ഡോക്ടറിന്റെ എക്സാമിനേഷനിൽ ഇത് റേഡിയേഷൻ പോയിസണിങ് ആണെന്ന് അറിഞ്ഞിട്ട് എന്തിനാണ് ജോൺ ബ്ലഡ് ടെസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം ഞാനിപ്പോ പറഞ്ഞുതരാം. ജോണിന്റെ ഹെൽത്ത് ഇത്ര മോശമാവാൻ കാരണം ഇത്തരത്തിലുള്ള ഒരു എൻകൗണ്ടർ ആണെന്നുള്ള ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ജോൺ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മിലിറ്ററിയുടെ അടുത്ത് പോയി പറഞ്ഞു. അപ്പൊ മിലിറ്ററി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തെന്ന് അറിയോ? ഇത്തരത്തിലുള്ള ഫയൽസും കാര്യങ്ങളൊന്നും ഒരിക്കലും പുറം ലോകത്തോട്ട് അറിയിക്കാൻ പറ്റില്ല, അത് വളരെ സീക്രട്ട് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണെന്നൊക്കെയാണ് അവർ വന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ജോൺ ഈ പറഞ്ഞ മെഡിക്കൽ ടെസ്റ്റ് കൊണ്ടുവന്നതും. അത് ആ ഒരു റിപ്പോർട്ട് ഈ പറഞ്ഞ മിലിറ്ററിക്ക് കൊടുത്തപ്പോഴാണ് അവർക്ക് ഒരു കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കാര്യങ്ങളെല്ലാം പുറം ലോകത്തേക്ക് തുറന്നു പറയേണ്ടി വന്നു. ഡിസംബർ 26 മിലിറ്ററിക്ക് പോലും പറയാൻ കഴിയാത്ത എന്തോ ഒരു ഇവന്റ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള എയർക്രാഫ്റ്റിനെ സ്പർശിച്ച ജിമ്മിന് വേറൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഈ സംഭവ ദിവസം രാത്രി മൂപ്പര് അന്ന് ആ ഒരു ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയെടുത്താൽ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയെടുത്തു എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഇങ്ങനെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മൂപ്പരെ മനസ്സിലേക്ക് ഒരുപാട് വിഷൻസ് ഇങ്ങനെ വരുന്നത്.
അതായത് ജിമ്മിന്റെ കോൺഷ്യസ് മൈൻഡിന്റെ അകത്തേക്ക് എന്തൊരു വിഷനും കാര്യങ്ങളൊക്കെ, അതായത് ആരാണ്ടൊക്കെ ഒരു തരത്തിലുള്ള സിനിമ പ്ലേ ചെയ്യുന്ന മൂപ്പരുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നത്. ഒരു സിനിമ കാണുന്ന പോലെ തന്നെ ഒരുപാട് വൺസ് സീറോസും ആയിട്ടുള്ള ഒരു ബൈനറി ഡേറ്റ ആണ് മൂപ്പരുടെ മനസ്സിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇത് ഒരുപാട് നേരം റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, പുള്ളി വളരെയധികം പേടിച്ച് ഫ്രസ്ട്രേഷനൊക്കെ ആയിട്ട് ഈ പുള്ളി കണ്ട കാര്യങ്ങളെല്ലാം അവിടെ നോട്ട് പാഡിൽ ഇങ്ങനെ എഴുതി വെച്ചു. വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതൊരു ബൈനറി ഡേറ്റ എന്നുള്ള കാര്യം മൂപ്പർക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം 2010 ഒരു ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് മൂപ്പന്റെ ഒരു പഴയ ഡയറിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കോഡിങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവീൽ ചെയ്യുന്നത്. ഇവിടെ ഇന്റർവ്യൂവർക്കും കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഇതൊരു കമ്പ്യൂട്ടർ എക്സ്പേർട്ടിനെ അതിൽ ഏൽപ്പിച്ചു. അപ്പോഴാണ് ജിമ്മ് പോലെ അറിയുന്നത്, അതായത് ഇതൊരു ബൈനറി ഡേറ്റ ആണ്, ഇതിന്റെ അകത്ത് ഒരു ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം മൂപ്പർക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഈ ബൈനറി ഡേറ്റ ഡീകോഡ് ചെയ്തെടുത്തപ്പോൾ ഒരു മെസ്സേജ് ആണ് നമുക്ക് കിട്ടിയത്. ഈ മെസ്സേജിന്റെ അടുത്ത് ഒരുപാട് ലൊക്കേഷൻ കോർഡിനേറ്റ്സ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം 8100 എന്ന് പറഞ്ഞൊരു നമ്പറും കൂടി ഉണ്ടായിരുന്നു. ഇതൊരു ബൈനറി ഡേറ്റ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്ന അതേ ഒരു ചോദ്യം തന്നെ ആയിരിക്കും, ബൈനറി ഡേറ്റാസും കാര്യങ്ങളെല്ലാം മനുഷ്യരല്ല ഉണ്ടാക്കിയെടുത്തത്, അതുകൊണ്ട് തന്നെ ഇതൊരു ഏലിയൻ ആവാനുള്ള സാധ്യത ഉണ്ടോ? അതിനുള്ളൊരു പോസിബിൾ എക്സ്പ്ലനേഷൻ ആയിരിക്കാം 8100 എന്നുള്ള ഒരു നമ്പറിലുള്ളത്. അതായത് 2025 നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുപോലെ 8100 ഹ്യൂമൻ സിവിലൈസേഷൻ ആയിരിക്കും ചിലപ്പോൾ അവർ ഈ ഒരു സമയത്ത് കണ്ടത്. ആ കാലത്തുള്ള മനുഷ്യരുടെ ടെക്നോളജി ഉപയോഗിച്ച് ടൈം ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ സാധിച്ചേക്കാം. പക്ഷെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇവിടെ ഒന്നല്ല, ഇവർക്ക് കിട്ടിയ ഒരു കോർഡിനേറ്റ്സ് എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്തപ്പോഴാണ്. ഒന്നും നമ്മുടെ ലോക ഫേമസ് ആയിട്ടുള്ള നാസ്ക ലൈൻസ് ആണ്. ആകാശത്ത് നിന്ന് നോക്കിയാൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന വലിയ ഡ്രോയിങ്സ് ആണ് നാസ്ക ലൈൻസ് എന്ന് പറയുന്നത്. അടുത്തതാവട്ടെ ചൈനയിലുള്ള ടൈഷാപ്പ് എന്ന് പറയുന്ന ഒരു മൗണ്ടന്റെ കോർഡിനേറ്റ് ആണ് കിട്ടിയത്. അടുത്ത കോർഡിനേറ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ് ഒന്നുമില്ല, അരിസോണ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് ആ ഒരു കോർഡിനേറ്റ് ഉള്ളത്. പക്ഷെ അടുത്ത കോർഡിനേറ്റാണ് കുറച്ചും കൂടി കുഴപ്പിക്കുന്നത്. നമ്മുടെ ലോകത്തെ ഒരുപാട് സെഞ്ചുറീസ് ആയിട്ട് കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിലേക്കാണ് ഈ ഒരു കോർഡിനേറ്റ് കൊണ്ട് എത്തിച്ചത്. പക്ഷേ ഈ കേസിന് 2-3 കുഴപ്പങ്ങളുണ്ട്. ഈ പറയുന്ന കോർഡിനേറ്റ്സ് ഇല്ലേ, 1980 അവർക്ക് കിട്ടിയ ആ പുള്ളിക്കാൻ കിട്ടിയ ഒരു കോർഡിനേറ്റ് ഇല്ലേ, അത് മൂപ്പര് 2010 ഒരു 30 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് റിവീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് മൂപ്പര് ഉണ്ടാക്കി വിട്ടതാണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കാട്ടിൽ ഇവർ ഈ അന്വേഷിച്ച് നടന്ന ഒരു കാട്ടിലില്ലേ, അവിടെ ഒരു ലൈറ്റ് ഹൗസും ഉണ്ട്. അപ്പൊ ഈ ലൈറ്റ് ഹൗസിലത്തെ ഒരു ലൈറ്റ് ആണ് അവർ അന്ന് രാത്രി കണ്ടതെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇതൊരു ഫേക്ക് സ്റ്റോറി ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ചെറിയ കുഴപ്പമാണ് എന്താ വെച്ചാൽ, എവിടെ നിന്നാണ് ഇവർക്ക് റേഡിയേഷൻ കിട്ടിയത്? ഈ രണ്ടുപേരുടെ മെഡിക്കൽ റെക്കോർഡ്സ് എടുത്ത് നോക്കിയാലും അവർക്ക് സിവിയർ ആയിട്ടുള്ള റേഡിയേഷൻ പോയിസണിങ് അടിച്ചായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എവിടെ നിന്നാണ്? ഒരുപാട് മിലിറ്ററി വിറ്റ്നസസും ഈ പറയുന്ന കേണലിന്റെ വോയിസ് നോട്ടും കൂടി നമ്മുടെ കൈവശം ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെയൊക്കെ റീസൺ എന്തായിരിക്കും? നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.